ഗൈസ് നമ്മുടെ പാരറ്റിന്റെ നെയിമിംഗ് സെറിമണി ആണ്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇട്ട കുറച്ച് പേരുകൾ വെച്ചിട്ടുണ്ടല്ലേ ടിയ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളത് ഫൈനലൈസ് ചെയ്യുന്നതാണ്. ടീക്കുട്ടിക്ക് പേടി മാറിയോ ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ മാറിയിട്ടുള്ളൂ, വലിയ രീതിയിലൊന്നും മാറിയിട്ടില്ല. ഇളക്കല്ലേടാ, സൂം ഔട്ട് ആവുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഫാമിലിയിലെ പുതിയ മെമ്പർ. നെയിമിംഗ് സെറിമണി തുടങ്ങിയാലോ? ഓക്കെ, വരൂ. എവിടെ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുള്ളേ? അദ്യക്കുട്ടി ഇവിടുന്ന് മാറുന്നില്ല കേട്ടോ. വേ, നമ്മുടെ ആളിനെ നേരെ കാണിച്ചു തരാം. ഒറ്റ മിനിറ്റ് കേട്ടോ. ടീക്കുട്ടി സ്നീസ് ചെയ്തോ? അദ്യക്കുട്ടി ഇപ്പോൾ ഫാസ്റ്റായിട്ട് എടുക്കാനും എല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നെയിമിംഗ് സെറിമണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ. കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളെല്ലാം ബ്രാസിലാട്ടോ എടുത്തിരിക്കുന്നത്. പാത്രങ്ങളെല്ലാം ബ്രാസിലാണ്. അതിങ്ങോട്ട് കൊണ്ടുവന്നിട്ടിയാ. ഇവിടെ വായോ. അങ്ങനെ നമ്മുടെ നെയിമിംഗ് സെറിമണിക്ക് എന്ത് പേരാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തിരഞ്ഞെടുത്തതെന്ന് അറിയില്ല. മുത്തേ വീടില്ലേടാ ഗൈസ്. കുറേ ആൽഫബറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിലെ ഒരു 4 ലെറ്റേഴ്സ് ആയിരിക്കും അല്ലേ ടിയ? 4 ലെറ്റേഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ വേറെ എന്തായിരുന്നു ടിയ? വേറെ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? അതൊരു ത്രെഡ് വന്നിട്ടുണ്ട്. പിന്നെ വേറെന്താ ഗൈസ്? അങ്ങനെ നമ്മുടെ ലോറി കിറ്റ് സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവർ 3 മാസേ ആയിട്ടുള്ളൂ. അപ്പം ഇന്ന് നമ്മുടെ പേരിടാൻ പോവുകയാണ് ലോറി കിറ്റിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് ഏതാ? ഒരു ആൽഫബറ്റിൻ്റെ നെയിമിംഗ് സെറിമണി എന്ന് പറഞ്ഞിട്ട് എഴുതിയതായിരിക്കും. ഒരു മീറ്റിങ്ങോട്ട് തിരിഞ്ഞ് അങ്ങനെ നമ്മുടെ നെയിമിംഗ് സെറിമണീൻ്റെ നെയിമിംഗ് ഏകദേശം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചേട്ടൻ ഇവിടെ ഗ്രേപ്സ് തകൃതിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത് ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇവിടെ ടീക്കുട്ടി നെയിമിംഗ് സെറിമണിയിലുള്ള നെയിമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സെറ്റാ? കറക്റ്റ്. ഓക്കെ, അങ്ങനെ നമ്മുടെ നെയിമിംഗ് സെറിമണിക്കുള്ള കാര്യങ്ങളൊക്കെ ടീക്കുട്ടി റെഡിയാക്കിയിരിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ നെയിമിംഗ് സെറിമണിയൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ നെയിമിംഗ് സെറിമണി എന്നൊക്കെ ടീക്കുട്ടി കറക്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബലൂൺസ് ഉണ്ട്. ഇനി കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഗ്രേപ്സ് ഇതിങ്ങനെ വെക്കാം. ഈ സൈഡ് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിരിക്കുക കേട്ടോ. നെയിമിങ്ങിന് ഇവിടെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിക്കുട്ട ഇങ്ങോട്ട് വരൂ. ചിക്കു കാം. ആയിട്ടില്ലടാ, അത് ശരിയായിട്ടില്ല. അങ്ങനെ ശരിയായിട്ടില്ല. സ്ട്രെച്ച് ചെയ്തിട്ട് പിടിക്കുക. അതിക്കുട്ടൻ ആ സൈഡിൽ നിന്നേ. താഴെ നിന്നേ. പില്ലറിൽ കെട്ടാം. ഇങ്ങനെ ഇതാക്കി ചെയ്യാമെന്നല്ലേ. ഇനിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ലോറി കിറ്റിൻ്റെ പേരാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ പേര് ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് പേര്, ഏറ്റവും കൂടുതൽ വന്ന പേരുകൾ എടുത്തിട്ടാണ് നമ്മൾ പേരിടാൻ പോകുന്നത്. അതിൻ്റെ ബോക്സാണ് ടിയ. നിൻ്റെ ബർത്ത്ഡേക്ക്, അദ്വിക്കിൻ്റെ ബർത്ത്ഡേക്ക് പോലും ഈ ബോക്സ് ഇല്ല കേട്ടോ. ഗ്രേപ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തങ്കമണി കേട്ടോ. ഇതെന്താന്ന് മനസ്സിലായോ? ഈ ബോക്സിൽ 1, 2, 3 എന്നൊക്കെ ബർത്ത്ഡേ വെക്കില്ലേ? അതേപോലെ നമുക്ക് നമ്മുടെ ലോറി കിറ്റിൻ്റെ പേര് നമുക്ക് അതിൽ ഇതാക്കി വെക്കാം കേട്ടോ. ഇനിയാണ് നമ്മൾ പുതിയൊരു സംഭവം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലോറി കിറ്റിൻ്റെ, നമ്മുടെ തത്തമ്മയുടെ പേര് നമ്മളിതിൽ ബോക്സിൽ ചെയ്യാൻ പോവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ആരും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് കുറവല്ലേ ടിയ? ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇതിനെ ഇവിടെ എടുത്ത് വെച്ചിട്ട് ചെയ്യാം. പിന്നെ നമുക്കത് എടുക്കൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇതുണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ LED ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്നതാണ്. നമ്മളപ്പോൾ ഒരുപാട് ഓവർ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് LED ഒന്നും നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല അല്ലടാ. ഓക്കെ, ഇതുപോലെ വെച്ച് മെല്ലെ കേട്ടോ. അയ്യോ പൊട്ടിപ്പോയി ഗൈസ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. എല്ലാത്തിൻ്റെ ഉള്ളിൽ ഒരു ബലൂൺ ഇട്ടേ. അത് നല്ലതാ. ഒരു ബലൂൺ ഇട്. അത് ഒരു ബലൂൺ ഇട്ടു. യെസ്. ഇട്ട്. ഓക്കെ, ശരി. അതൊരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് വണ്ണാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ 4 എണ്ണം വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഇതിൻ്റെ പേരൊട്ടിക്കാൻ പോവുകയാണ്. എന്താണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കൂടി തീരുമാനിച്ച പേര്. അപ്പം നമ്മൾ നെയിം റിവീൽ ചെയ്യാൻ പോവുകയാണ്. ഒറ്റ മിനിറ്റ്. അത് ഗോൾഡൻ ലെറ്ററിലാണ് അല്ലേ ടിയ ഒട്ടിക്കുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ പേരിടൽ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് നമ്മുടെ ലോറി കിറ്റിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ലെറ്റർ എന്താണ്?
എം വെച്ചിട്ടാണ്. അപ്പോഴേക്കും ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഏത് ലെറ്റർ ആണ് അല്ലെങ്കിൽ ഏത് പേരാണ് നിങ്ങൾ ഇട്ടിരിക്കണതെന്ന്. അപ്പോൾ എം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പേരാണ് കേട്ടോ. അതും 4 ലെറ്റേഴ്സ് മതിയെന്ന് ഞാൻ ഓൾറെഡി എന്തുകൊണ്ടാ ആടാ. ഓക്കെ, അപ്പോൾ എം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ആളുടെ പേര്. അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് ഐ ആണ് ഗൈസ്. അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് എന്താണ് അടുത്ത ലെറ്റർ? എന്താ ടിയാ? ഓക്കെ, അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് ടി ആണ് ഗൈസ്. MI ടി. അയ്യോ, ഇനി ഞാനത് പറഞ്ഞില്ല എന്ന് വേണ്ട ഗൈസ്. അങ്ങനെ നമ്മുടെ ലോറിക്കീറ്റിൻ്റെ പേര് മിട്ടു എന്നാണ്. എനിക്ക് തോന്നുന്നു മിട്ടു എന്നാണ് ഒരുപാട് പേര് കമൻസിൽ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ മനസ്സിലും അത് തന്നെ ആയിരുന്നു അല്ലേ ടിയ? 4 ലെറ്റേഴ്സ് ഒട്ടിച്ചൂടാ. 4 ലെറ്റേഴ്സ് വേണം എന്നാണ് ആഗ്രഹം. കാരണം എന്താ വെച്ചാൽ ഇത്തിരി വളഞ്ഞു തന്നെ. കാരണം ഇത് പെട്ടെന്ന് പേര് പഠിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിട്ടു എന്നിട്ടിട്ടുണ്ട്. എന്തോ ഈ സൈഡിക്ക് വായോ മിട്ടു. അങ്ങനെ നമ്മുടെ നെയ്മിങ് സെറമണി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ടീക്കുട്ടിക്കൊരു അല്ലല്ല, അത് ഓൾറെഡി അതിലുള്ളതാ. ഒരു അനിയൻ കുട്ടിനെ കിട്ടിയിട്ടുണ്ട് ഇല്ലടാ. എടാ നമ്മുടെ മറ്റു സാധനം വെച്ചേടാ. അങ്ങനെ നമ്മുടെ നെയ്മിങ് സെറിമണി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പറഞ്ഞതിനനുസരിച്ച് നമ്മൾ മിട്ടു എന്നാണ് പേരിട്ടിട്ടുള്ളത്. ബാത്തിങ് സെറിമണിയും കൂടി ഉണ്ട് ഗൈസ്. കുറേ സെറിമണീസ് കുറേ ഉണ്ട്. അങ്ങനെ നമ്മൾ ഭംഗിയിൽ MITU മിട്ടു. ഇതാണ് നമ്മുടെ മിട്ടു എന്ന് പറയുന്നത്. ഇത് നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ വാങ്ങിയത്. ഇതിൻ്റെ റേറ്റ് അത്യാവശ്യം നല്ല റേറ്റാണ് വന്നിട്ടുള്ളത്. 20 എബോവ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഓരോ മന്ത് കഴിയുമ്പോഴും ഇതിൻ്റെ റേറ്റ് നന്നായി കൂടും. ബിക്കോസ് ഇതൊരു ടോക്കിംഗ് പാരറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇനി ഇന്നലെ ട്രാവലൊക്കെ ചെയ്തിട്ട് വന്ന് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഫുഡെല്ലാം ഫീഡൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ ഉപദ്രവിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ. ഇത് ഫുള്ളി ടേംഡ് ആണ്. അപ്പോൾ ഇനി ഇത് ടോക്ക് ചെയ്യുന്ന വിശേഷങ്ങൾ കാണാം. ഈ 2 മാസം വെക്കേഷൻ നമ്മൾ പൊളിക്കില്ല ടിയ. ഇതിൻ്റെ ട്രെയിനർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അദ്ദിക്കുട്ടനാണ്. അദ്ദിക്കുട്ടൻ മാത്രമാണ് കാരണം. അദ്ദിക്കുട്ടനൊന്ന് എടുത്തതിനെ കയ്യിൽ വെച്ചെടുത്തേ. അദ്ദിക്കുട്ടനാണ് അത് കറക്റ്റായിട്ട് ചെയ്യുന്നത്. ടീക്ക് പിന്നെയും അതൊരു ബുദ്ധിമുട്ടുണ്ട് കണ്ടോ. അതൊരാൾ ബേർഡ് എടുത്ത ടീക്കുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് മാറും. അയ്യോ മെല്ലെ ഇല്ല, മെല്ലെ എടുത്തോ. മെല്ലെ കയ്യിൽ വെച്ചേ. അദ്ദിക്കുട്ടൻ ഏകദേശം എടുക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അദ്ദിക്കുട്ടൻ്റെ മേലെ ആട്ടോ അത് കയറിയിരിക്കുന്നത്. എന്നാൽ ടീക്കുട്ടി ഇതിങ്ങനെ നോക്കും, ഇപ്പോഴും ഒന്ന് തൊടും, അത്ര തന്നെ. പക്ഷെ അത്ര അങ്ങനെ ആയിട്ടില്ല. അദ്ദിക്കുട്ടനെയാണ് നമ്മുടെ മിട്ടുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. അവൻ്റെ ദേഹത്തോട് ഇങ്ങനെ കയറിപ്പോവും. അവൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പക്ഷെ ടീക്കുട്ടി അങ്ങനെ അത്ര ആയിട്ടുണ്ടല്ലോ ടിയ. എന്നാലും ഒരിത് വേണ്ടോ. അങ്ങനെ ഞങ്ങളുടെ നെയ്മിങ് സെറിമണി എല്ലാം കഴിഞ്ഞ് സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ പേരെല്ലാവർക്കും ഇഷ്ടമായോ? ഇനി സൗണ്ട് ആക്കട്ടെ ചിക്കു. ഇനിയും ആക്ക് ചിക്കു. ഇനി ആക്കി ആക്കടാ. ഗൈസ് ഫസ്റ്റ് അഡാപ്ഷൻ ആണ്. അതായത് അദ്ദിക്കുട്ടൻ സൗണ്ട് പറഞ്ഞേ. ഇനി ആക്കി. ഓ 2 പേരും കൂടി ഇവിടെ നിൽക്കും. അദ്ദിക്കുട്ടൻ നിന്ന് ഒന്നുകൂടെ ആക്കി. സൗണ്ട് ആക്കി. കണ്ടോ, ഒന്നുകൂടെ ആക്കി. ഇപ്പം ആക്കുന്നില്ല ഗൈസ്. അദ്ദിക്കുട്ടൻ്റെ കൂടെയാണ്. ഇപ്പാക്കി കേട്ടോ. അദ്ദിക്കുട്ടൻ്റെ കൂടെയാണ് നമ്മുടെ മിട്ടു കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 months വെക്കേഷൻ ഇത് മെല്ലെ ടോക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഇനി ഡാഡിന്നും മമ്മാന്നും ഒക്കെ വിളിക്കും ഗൈസ്. അദ്ദിക്കുട്ടൻ്റെ അടുത്തോട്ടാണ് അവൻ്റെ പോക്കും എല്ലാം കേട്ടോ. ഇപ്പോൾ ഒക്കെ അത്യാവശ്യം ഫീഡിങ് നമ്മൾ ചെയ്യുന്നൊന്നുമില്ല, തന്നെ ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ട്. ഞാനിതൊരു 1.5 month ബിഫോർ ബുക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർ സെൽഫ് ഫീറ്റിംഗ് ആയപ്പം തന്നതാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഓരോ ദിവസത്തെ അപ്ഡേഷൻ, ഇത് എങ്ങനെയാണ് ടോക്ക് ചെയ്യുന്നത്, ഇത് എന്തൊക്കെയാണ് നമ്മുടെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ലെറ്റിയ. അയ്യോ എന്ത് രസമാണ്, അടിപൊളിയായിട്ടുണ്ട്. ടീക്കുട്ടി ഇതേ അവിടെ കിടക്കുന്നു. നമ്മുടെ അദ്ദിക്കുട്ടൻ
അങ്ങനെ നമ്മുടെ നെയിമിംഗ് സെറമണി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇനി അടുത്തത് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷവറാണ്, കുളിപ്പിക്കാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, അപ്പൊ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ. ബൈ ബൈ മിട്ടു, മിട്ടു 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 ബൈ ബൈ പറയൂ. ബൈ 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 ബൈ. എങ്ങനെ ശബ്ദം ഉണ്ടാക്കാ? അധികം ഒന്ന് ശബ്ദം ഉണ്ടാക്കി. ഇല്ല, ഒന്നും കൂടെ ഉണ്ടാക്കി. ഗുഡ്. ബൈ ബൈ. കിക്കി. എനിക്ക് ഉണ്ടാക്കാൻ കിട്ടുന്നില്ല. അതെന്ത് സൗണ്ട് ആട്ടിയാ? ആ ചിക്കു നന്നായി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇല്ല, സൗണ്ട് വന്നില്ല ഗൈസ്. ഓക്കെ, എന്തൊക്കെയാ കാണിക്കുന്നേ ടിയാ? എന്താ കാണിക്കുന്നേ?